ഫ്രണ്ട്സ്, വെൽക്കം ടു എർത്തനിക് ഹോം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മെഡിസിൻ ക്യാബിനറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ മെഡിസിൻസ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്? നമുക്ക് എപ്പോൾ വേണമെങ്കിലും അസുഖം വരാം. പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിലാണ് അസുഖം വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു മരുന്ന് വാങ്ങിക്കാനായിട്ട് മെഡിക്കൽ ഷോപ്പുകളൊന്നും കാണത്തില്ല. ആ സമയത്ത് നമ്മുടെ കയ്യിൽ കുറച്ച് മരുന്നുകളുണ്ടെങ്കിൽ അത് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. പക്ഷേ ഈ മരുന്നുകൾ വാങ്ങിച്ചു വെച്ചാൽ മാത്രം പോരാ, നമ്മളത് ഓർഗനൈസും ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ ഏതെങ്കിലും മെഡിസിൻസ് തീർന്നു പോയിട്ടുണ്ടോ അതോ എക്സ്പയർ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി നമുക്ക് മരുന്നുകൾ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ മെഡിസിൻസ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെയാണ് ഞാൻ എൻ്റെ മെഡിസിൻസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ഈ ഒരു ഡ്രോയിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എല്ലാ മെഡിസിൻസും വാരി വലിച്ചിട്ട് കിടക്കുന്നത്. ഇതിൽ നിന്നൊരു മെഡിസിൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കൊന്ന് ഓർഗനൈസ് ചെയ്താലോ. ആദ്യം തന്നെ മെഡിസിൻസ് സോർട്ട് ചെയ്ത് കാറ്റഗറൈസ് ചെയ്യാണ് വേണ്ടത്. നമ്മൾ നോക്കുക ഏതൊക്കെ മെഡിസിൻസ് എക്സ്പയർഡ് ആയിട്ടുണ്ട്, ഏതൊക്കെ മെഡിസിൻസ് തീർന്നു പോയിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സമയത്ത് വേണം നോക്കാനായിട്ട്. എക്സ്പയർ ആയിട്ടുള്ള മെഡിസിൻസ് എല്ലാം നമ്മൾ ഡേറ്റുകൾ നോക്കിയതിന് ശേഷം എക്സ്പയർ ആയിട്ടാണെങ്കിൽ അതെടുത്ത് കളയുക. അല്ലാത്ത മെഡിസിൻസ് എല്ലാം സെപ്പറേറ്റ് മാറ്റി വയ്ക്കുക. അതുപോലെ തന്നെ ഓയിൻമെൻറ്റിൻ്റെ കവറിൻ്റെ മുകളിലും മെഡിസിൻ ബോട്ടൽസിലൊക്കെ മുകളിലും അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് എഴുതി വെച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ മെഡിസിൻസിൻ്റെ തീർന്ന ഭാഗം നമ്മൾ മുറിച്ച് മാറ്റാറുണ്ടല്ലേ. പക്ഷേ ആ മുറിച്ച് മാറ്റുന്ന ഭാഗത്തായിരിക്കും ചിലപ്പോൾ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കാണുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ എക്സ്പയറി ഡേറ്റ് നിലനിർത്തിക്കൊണ്ട് വേണം അത് മുറിച്ച് മാറ്റാനായിട്ട്. ഞാൻ മെഡിസിൻസ് സോർട്ട് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞു. ഇത് കുറച്ച് എമർജൻസി മെഡിസിൻസ് ആണ് ഈ സിപ്ലോക്ക് കവറിലിട്ടിരിക്കുന്നത്. പിന്നെ ഇത് കുറച്ച് കോട്ടൺസും ബാൻഡേജസും, പിന്നെ അതുപോലെ തന്നെ ഇൻഹേലേഴ്സ്, പിന്നെ കുറച്ച് കോഫ് സിറപ്സ്, പിന്നെ കുറച്ച് ഇയർബഡ്സ്, പിന്നെ നമ്മളുടെ വെറ്റ് പൈപ്സ്, പിന്നെ ഹോമിയോ മെഡിസിൻസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ പൊല്യൂഷൻ മാസ്ക്, പിന്നെ ഇത് ഫസ്റ്റ് എയ്ഡ് കിറ്റാണ്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് വിക്സ്, അമൃതാഞ്ജൻ, അങ്ങനത്തെ പെയിൻ ബാംസും, പിന്നെ അവിടെ സ്പിരിറ്റ്, അതുപോലെ ബാൻഡേഡ്, പിന്നെ മുറിവെണ്ണ, അങ്ങനത്തെ പെട്ടെന്ന് നമ്മൾ അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെയാണ് ആ ഒരു കാർഡ്ബോർഡ് ബോക്സിൽ ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് തീർന്ന മെഡിസിൻസിൻ്റെയും അതുപോലെ എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസിൻ്റെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റ് പ്രകാരം മെഡിസിൻസ് വാങ്ങി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി ഞാനൊരു ലിസ്റ്റ് ഇതുപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് വേറൊന്നുമല്ല, നമ്മുടെ മെഡിസിൻസ് എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുണ്ട്, അത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അത് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണിത്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് പെട്ടെന്ന് ഒരു തലവേദനയോ ഒരു ഛർദിലോ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മെഡിസിനാണ് അതിന് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ, സിംറ്റം നോക്കിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെഡിസിൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതെന്ന് പറയുന്നത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന മെഡിസിൻസ് ആണ്. നിങ്ങൾ ചെയ്യുമ്പോഴും അതുപോലെ ചെയ്യണം. സ്വന്തം ഇഷ്ടപ്രകാരം മെഡിസിൻ വാങ്ങി അത് കഴിക്കരുത്. അതുമാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള എല്ലാ മെഡിസിൻസിൻ്റെ പേരുകളും നമുക്ക് അറിയണമെന്നില്ല. അപ്പോൾ ഇതുപോലെ ഒരു ലിസ്റ്റ്, ഒരു പ്രിൻറ്റഡ് ലിസ്റ്റ് ആവാം, അതല്ലെങ്കിൽ ഇതുപോലെ ഞാൻ എഴുതി വെച്ചിരിക്കുന്ന പോലെ ഒരു ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഉപയോഗപ്രദമാണ്. കാരണം ഇത് എനിക്ക് വർഷങ്ങളായിട്ട് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ മെഡിസിൻസ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്: ഫസ്റ്റ് എയ്ഡ് ബാഗ്, എമർജൻസി മെഡിസിൻ കിറ്റ്, ട്രാവൽ മെഡിസിൻ കിറ്റ് ആൻഡ് എക്സ്ട്രാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ മെഡിസിൻ ക്യാബിനറ്റ് ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആദ്യത്തെ റെഡ് ബാസ്ക്കറ്റിൽ ഞാൻ കുറച്ച് ഹോമിയോ മെഡിസിൻസ്, അതുപോലെ തന്നെ ബാൻഡേഡ്സ്, കോട്ടൺസ്, അതൊക്കെ എക്സ്ട്രാ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നതാണ് ഞാൻ അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ടൊരു മെഡിസിൻ കിറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇത് എൻ്റെ ട്രാവൽ മെഡിസിൻ കിറ്റാണ്. അതിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്നതെന്ന് പറയുന്നത് എമർജൻസി മെഡിസിൻ കിറ്റ്. അതെന്താണെന്നുള്ളത് ഞാൻ പതുക്കെ വഴിയെ പറഞ്ഞു തരാം. പിന്നെ ഇതെന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് എയ്ഡ് ബാഗാണ്. ഇതിനകത്ത് ഞാൻ അത്യാവശ്യം വേണ്ട കുറച്ച് ഫസ്റ്റ് എയ്ഡ് ഐറ്റംസൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പ്ലാസ്റ്ററുണ്ട്, അതുപോലെ തന്നെ ബാൻഡേഡുണ്ട്, കോട്ടനുണ്ട്, പിന്നെ മുറിവ് കിട്ടാനായിട്ടുള്ള ചെറിയ ഒരു ക്ലോത്ത് പോലെ ഉണ്ടല്ലോ ആ സംഭവമുണ്ട്, പിന്നെ ബെറ്റാഡിനുണ്ട്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് അതിലുള്ളത്. പിന്നെ ഈ ഗ്രീൻ കളർ ബാസ്ക്കറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് റാൻഡം ആയിട്ടുള്ള സ്റ്റഫ്, അതായത് വെറ്റ് വൈപ്സ്, പിന്നെ ഇയർബഡ്സ്, ഇൻഹേലർ, വിക്സ്, അങ്ങനത്തെ പെയിൻ ബാമും കാര്യങ്ങളും, യൂക്കാലിപ്റ്റസ് ഓയിൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്.
നേരത്തെ കാണിച്ച ഡ്രോയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത കുറച്ച് മെഡിസിൻസും മറ്റ് സാധനങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഡ്രസ്സിങ് ടേബിളിൻ്റെ ഡ്രോ അല്ല ഷെൽഫിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് കുറച്ച് എന്താ പറയുക കോട്ടൺ ബഡ്സ്, ഇയർ ബഡ്സ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഹേലർ, പിന്നെ ക്രേപ്പ് ബാൻഡേജ്, പിന്നെ മൂവ്, അങ്ങനത്തെ മുറിവെണ്ണ, അങ്ങനത്തെ പെയിൻ ബാം റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇതിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ട്രാവൽ മെഡിസിൻ കിറ്റ് ആൻഡ് എമർജൻസി മെഡിസിൻ കിറ്റ്. ഇതുപോലെ ഒരു സിപ്പ് ലോക്ക് ബാഗിൽ ഞാൻ കുറച്ച് മെഡിസിൻസ് കയ്യിൽ കരുതിയിട്ടുണ്ട്. ഇത് വേറൊന്നുകൊണ്ട് അല്ല, നമ്മളൊരു ട്രാവൽ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഞങ്ങൾ നാട്ടിലൊക്കെ ഫ്രീക്വൻ്റ്ലി പോകാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും കറങ്ങാൻ പോകുമ്പോഴൊക്കെ എന്തെങ്കിലും അസുഖം വരുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഈ മെഡിസിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. നമുക്ക് വേറൊരു മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങിക്കാനുള്ള സാഹചര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ മെഡിസിൻസ് എല്ലാം നമ്മളൊരു സിപ്പ് ലോക്ക് ബാഗിലാക്കി, അത്യാവശ്യം വേണ്ട മെഡിസിൻസ് എല്ലാം ഒരു സിപ്പ് ലോക്ക് ബാഗിലാക്കി കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിന്നെ എന്തിനാണ് ഈ എമർജൻസി മെഡിസിൻ കിറ്റ് എന്ന് പറയുന്നത്? അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രാവൽ ചെയ്യുന്ന ആൾ ട്രാവൽ മെഡിസിൻ കിറ്റ് കൊണ്ട് പോകുന്ന സമയത്ത് വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസാണ് എമർജൻസി മെഡിസിൻ കിറ്റിലുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഐഡിയ കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള മെഡിസിൻസ് അനുസരിച്ച് ഓർഗനൈസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും കുട്ടികളുടെ വീട്ടിലാണെങ്കിൽ കുട്ടികളുടെ മെഡിസിൻ സെപ്പറേറ്റ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു ഓർഗനൈസ്ഡ് വേയിൽ മെഡിസിൻസ് വെക്കുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നിങ്ങളും ഇതുപോലെ ഓർഗനൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.